വെറും 5 മിനിറ്റ് മതി കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾക്ക് ഉണ്ടാക്കിയെടുക്കാം. സേവ് ചെയ്തേക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 200 ഗ്രാം കണ്ടൻസ് മിൽക്കും 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കപ്പൊടിക്ക് ചേർത്താൽ നല്ല പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് ബ്രെഡാണ് കേട്ടോ ഇതിനേക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഞാൻ വലിയ സാൻഡ്വിച്ച് ബ്രെഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 എണ്ണൊക്കെ വേണ്ടിയിട്ടോ ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് നമ്മൾ ട്രേക്ക് അനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതൊരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നട്സ്, ഇഷ്ടമുള്ള നട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മിൽക്ക് മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം മുകളിൽ നട്സും കൂടി ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മിൽക്കൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുപോലെ മിൽക്ക് മിക്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മിൽക്ക് കേക്കൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിച്ചാലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കും.